നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വലിയ എഴുത്തുകാരും റീറൈറ്റ് ചെയ്യുന്നതാണ്. ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരുന്ന ഒരു കവിതയോ ഫീച്ചറോ ഒന്നും തന്നെ അങ്ങനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നത് അതൊരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് അല്ല. ക്വാളിറ്റിയുള്ള ഒരു റൈറ്റിംഗ്, ജേർണലിസ്റ്റിക് റൈറ്റിംഗ് ആയാലും അക്കാഡമിക് റൈറ്റിംഗ് ആയാലും ടെക്നിക്കൽ റൈറ്റിംഗ് ആയാലും ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഏത് ജാനറിൽ വരുന്ന റൈറ്റിംഗ് ആണെങ്കിലും നമ്മൾ എഴുതുന്ന ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് അങ്ങനെ തന്നെ പ്രിന്റിന് പോവാം, വേറൊരാൾക്ക് വായിക്കാൻ പോവാം, സംഭവമില്ല. എന്തായാലും സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ആണ്. ചില സമയത്ത് ഭയങ്കര ഡെഡ് ലൈൻ പ്രഷറിലൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു കോപ്പി ഇമ്പ്രൂവ് ചെയ്യുക, വേറൊരാൾ വായിക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ വായിക്കുക എന്നുള്ള ഒരു പ്രോസസ് ഉണ്ടായിരുന്നു. 4 eyes are always better than 2 eyes. നമ്മളൊരു കണ്ണ് വായിക്കുന്നതിനേക്കാളും വേറൊരു കണ്ണും കൂടി നോക്കുന്നത് എന്തായാലും ആ കോപ്പിയിൽ എന്തെങ്കിലും ഉള്ളൊരു മിസ്റ്റേക്ക്, എന്തെങ്കിലും അത് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം അയാൾ കണ്ടത്. അപ്പോൾ ഇത് നേരത്തെ ദിലീപ് രാജ് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ പബ്ലിഷിങ്ങിൽ പോലും എഡിറ്റർ എന്നൊന്നും ഒരാളില്ല. എല്ലാ എഴുത്തുകാരും വിശ്വസിക്കുന്നത് അയാൾ വലിയ റൈറ്ററാണ് എന്നാണ്. ലോകത്ത് വേറെ പബ്ലിഷിങ്ങും സാഹിത്യവും ഉഷാറായ ആളുകളെന്ന് പറഞ്ഞാൽ ഗബ്രിയേൽ ഗാർസിയ മാർക്വേസിനും ഓർഹാൻ പമൂക്കിനും ഒക്കെ എഡിറ്റേഴ്സ് ഉണ്ട്. ഓരെഴുതുന്നത് ഒരു നേരെ പബ്ലിഷർക്ക് കൊടുത്ത് പബ്ലിഷ് ചെയ്യില്ല. ഇവരുടെയൊക്കെ റൈറ്റിംഗ് കൃത്യമായ എഡിറ്റിങ്ങിലൂടെ കടന്നു പോയിട്ടും എന്ത് ഫിക്ഷൻ എഴുതുന്ന ആളുകളാണ്. അപ്പോൾ നോൺ ഫിക്ഷൻ എഴുതുന്ന ആളുകളുടെ കാര്യം പിന്നെ പറയാനില്ല. അപ്പോൾ ഗ്രേറ്റ് റൈറ്റിംഗ് ഈസ് റീ റൈറ്റിംഗ്. ബഷീർ ബാല്യകാലസഖി എത്ര 26 തവണയെ പറ്റും അല്ലെ? എങ്ങനെയല്ല പറഞ്ഞത്? ബഷീർ ഒന്നാമത് ആദ്യം എഴുതിയത് ഇംഗ്ലീഷിലായിരുന്നു, പിന്നെ MP ബോൾ പറഞ്ഞിട്ടാണ് അത് മലയാളത്തിലേക്ക് മാറ്റിയത്. അത് കുറേ ഉണ്ടായിരുന്നു, 400 പേജ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ റീറൈറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ബാല്യകാലസഖിയായിട്ട് ഇത് മാറിയത്. അപ്പോൾ അത്രയും ക്രിസ്പായ ഒരു അത്രയും പഞ്ചുള്ള അത്രയും ഇറസിസ്റ്റബിൾ ആയ ഒരു പുസ്തകമാണല്ലോ ഇപ്പോഴും മലയാളത്തിലെ ക്ലാസിക്കലാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ആയിട്ട് അത് മാറുന്നതിന് അത്രയും റീറൈറ്റ് ചെയ്യുന്ന ബഷീറിനെ പോലുള്ള ഒരാളല്ലേ. ബഷീർ എന്ന് പറഞ്ഞാൽ ഭാഷ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ്. ബഷീർ മാത്രമല്ല എല്ലാ വലിയ എഴുത്തും. അപ്പോൾ നമ്മൾ എഴുതിയൊരു സാധനം ഇപ്പോൾ സുനിൽജി പറഞ്ഞ പോലെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് ഒന്നുകൂടി വായിച്ചു നോക്കാം. ചിലപ്പോൾ ഒരു ദിവസം ഉറങ്ങി എണീറ്റിട്ട് അടുത്ത ദിവസം വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് തന്നെ ഒരു ജഡ്ജ്മെന്റ് കിട്ടും, ഇത് വേണ്ട, ഇതിങ്ങനെയല്ല, ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയല്ല, ഇത് മാറ്റണം എന്നൊക്കെ. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എഡിറ്റിംഗിൽ സാധാരണഗതിയിൽ ഒരു ടിപ്പിക്കലി സ്പീക്കിംഗ്, പെർട്ടിക്കുലർലി ഇൻ ജേർണലിസ്റ്റിക് സെൻസ്, ഒരു 3 തവണ വായിക്കും. ആദ്യം എന്താണ് കോപ്പി ചെയ്യാനുള്ള കണ്ടന്റ്, എന്താണ് ന്യൂസ്, എന്താണ് അതിന്റെ സ്റ്റോറി, എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ ആ കോപ്പി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. പിന്നെ അത് ഒന്നും കൂടി അത് ചെയ്തത് ഒരു യൂണിറ്റി ഉണ്ടോ, അതൊക്കെ ഇല്ലേ എന്ന് എന്തെങ്കിലും നമ്മൾ ഓവർലുക്ക് ചെയ്തോ എന്തെങ്കിലും മിസ്സായോ എന്ന് പറയാൻ വേണ്ടി. ഒരു എഡിറ്റർ നമ്മളിത് കൊടുത്തു കഴിഞ്ഞ ഒരാൾ കോപ്പി ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് ടിപ്പിക്കലി സ്പീക്കിംഗ് അറ്റ്ലീസ്റ്റ് 3 തവണ വായിക്കും. അപ്പോൾ ഫസ്റ്റ് തവണ വായിക്കുമ്പോൾ ഇയാൾ ഏത് ലെവൽ ഓഫ് എഡിറ്റിംഗ് ആണ് ഇത് വേണ്ടത് എന്നുള്ളൊരു തീരുമാനം. അപ്പോൾ അക്കാഡമിക്കലി നമ്മൾ എഡിറ്റിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ കുട്ടികളോട് പറയാം, there are different levels of editing. ഒന്ന് ലൈൻ എഡിറ്റിംഗ്, വേറൊന്ന് സ്ട്രക്ചറൽ എഡിറ്റിംഗ്, വേറൊന്ന് ഹെവി എഡിറ്റിംഗ്, വേറൊന്ന് റീറൈറ്റിംഗ്. അപ്പോൾ ലൈൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി കിട്ടി. അപ്പോൾ നമ്മൾ ജസ്റ്റ് മിനിമൽ എഡിറ്റിംഗ്, ഒരു വാക്ക് മാറ്റി, ഒരു സിൻടാക്സ് അങ്ങോട്ട് മാറ്റി, അങ്ങനെ ഒരു മിനിമൽ ആ കോപ്പിയിൽ ഏറ്റവും മിനിമൽ ഇന്റർവെൻഷൻ ചെയ്യുന്ന ലൈൻ എഡിറ്റിംഗ്. ഹെവി എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചറൽ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചറൽ എഡിറ്റിംഗ്. അപ്പോൾ അതിന്റെ ഇൻട്രോ ഇവിടെ എല്ലാം ഉള്ളത് നടുവിൽ 3ാമത്തെ പാരഗ്രാഫിൽ കിടക്കുന്ന ഈ കോട്ട് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നാവും. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ നേരോട്ട് വെക്കും. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു സാധനം നമ്മൾ താഴോട്ട് കൊണ്ടുവരും. ഇത് അത്ര പ്രധാനമല്ല, അത് പോയി കഴിഞ്ഞാലും സ്പേസ് കൺസ്ട്രെയിൻസും മറ്റും ഉണ്ടായിട്ട് ഡിസൈനിങ്ങിലോ മറ്റത് പോയാലും കുഴപ്പമൊന്നുമില്ല, അപ്പോൾ നമ്മൾ താഴേക്ക് കൊണ്ടുവരും. അങ്ങനെയൊക്കെയുള്ള ഒരു സാധനം അതിന്റെ സ്ട്രക്ചറൽ ഇടപെടൽ. ഹെവി എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹെവിയാണ്. അത് നമ്മളുടെ ഇൻപുട്ട് അതിലേക്ക് ചേരും, കുറേ സാധനങ്ങൾ അതിന് കളയും. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഫോർജറി. നമ്മൾ ഈ കണ്ടിട്ടില്ലേ എഡിറ്റോറിയൽ ഇൻപുട്സ് ഫ്രം ഡൽഹി അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വിത്ത് ഇൻപുട്സ് ഫ്രം കൽക്കത്ത ബ്യൂറോ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ ഈ ജേർണലിസത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ബേസിക്കലി അതിൻ്റെ അത് ഹെവി ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് പ്രോസസ് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ പറയുന്നത് റീറൈറ്റിംഗ് ആണ്. റീറൈറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി കിട്ടി, നമുക്ക് സ്റ്റോറി മനസ്സിലായി, ഭയങ്കര സ്ട്രൈക്കിംഗ് ആയ സ്റ്റോറിയാണ്, പക്ഷെ അതിന്റെ പ്രസന്റേഷൻ ഭയങ്കര പോർലി കിട്ടുന്നതാണ്, ബാഡ്ലി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വിൽ ഫോർഗെറ്റ് ദി സ്റ്റോറി ആൻഡ് വിൽ റീറൈറ്റ്, വേറെ എഴുതും. അപ്പോൾ വേറെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒറിജിനലായ ഭാഷയോ ഒറിജിനൽ ആയിട്ടുള്ള പ്രയോഗങ്ങളോ ഒന്നുമില്ലാതെ അയാളുടെ തന്നെ
കാരണം ബൈലൈൻ അയാൾക്കാണ്. എഡിറ്റിംഗ് ഇസ് ബേസിക്കലി എ താങ്ക്ലെസ് ജോബ്. നോബഡി വിൽ നോ യു, നോബഡി വിൽ റിമെമ്പർ യു, നോബഡി വിൽ സിങ് അബൌട്ട് യു. അപ്പോൾ അതൊരു നന്ദി കിട്ട പണിയാണ്. അപ്പോൾ പിന്നെ അപ്പൊ നമ്മൾ വെറുതെ നമ്മളുടെ ഭയങ്കര ഒറിജിനലായ ഐഡിയ ഒന്നും അതിനകത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കോപ്പി നന്നാകണം. അപ്പൊ എഡിറ്റിങ്ങിന്റെ ഒരു കാര്യം ഞാൻ ഈ 4 ലെവലൊക്കെ എഡിറ്റിംഗ് പറഞ്ഞത് എഡിറ്റിംഗ് അത്രയും സീരിയസ് ആയ ഒരു കാര്യമാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ എഴുത്ത് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ എഴുതി കഴിഞ്ഞതിനെ വേറൊരാൾ വായിച്ചിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിനെ കോപ്പി ഇംപ്രൂവ് ചെയ്യുന്ന വലിയ പ്രോസസ്സ് പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ട്. അപ്പോൾ ജേർണലിസം മീഡിയ ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മളൊരു ലാഘവത്തിൽ എടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കോപ്പി മോശമായിരുന്നത്. അപ്പോൾ നല്ലൊരു എഡിറ്ററുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കോപ്പി അയാൾ ചിലപ്പോൾ ഒരു ചെറിയ വാക്കൊക്കെ ആയിരിക്കും മാറ്റും. അത് ചിലപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ആ വാക്ക് മാറ്റുന്നത്. അല്ലെങ്കിൽ അയാൾ ഒരു നമ്മൾ കോമട്ട് പോയെടുത്ത് കുറേ സ്ഥലങ്ങളിൽ അയാൾ 2 സ്ഥലങ്ങളിൽ സെമിക്കോളനെ എഴുതും. അപ്പോൾ അത് ഭയങ്കര സൂക്ഷ്മമായിട്ട് അക്ഷരങ്ങളെ ധ്യാനിക്കുന്ന, ഭയങ്കര സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാൾ, അയാളാണ് എഡിറ്റർ. നമ്മളൊരു നരേറ്റീവ്, എന്ത് തരത്തിലുള്ള നരേറ്റീവ് ആണെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഫക്റ്റീവ്നെസ്സിന് അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ടേക്കിംഗ് ഓഫ്. ഒരു വിമാനത്തിന് പിന്നെ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ കുറച്ച് നേരം റൺവേയിൽ ഓടിയിട്ടല്ലേ പോകാൻ പറ്റും. ലാൻഡ് ചെയ്യണമെന്ന് പറയുന്നത് ക്രാഷ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പണിങ്ങും എൻഡിങ്ങും ഇതിനൊരു പാക്കേജിങ്ങിൽ ക്രാഫ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കണ്ടന്റ് പോലെ തന്നെ പ്രധാനമാണ് ക്രാഫ്റ്റ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും എഴുത്തുകാർക്കൊരു പഞ്ഞമാണ്. നിരവധി എഴുത്തുകാർ. അപ്പോൾ ഈ എണ്ണമറ്റ എഴുത്തുകാരുടെ ഇടയിൽ നമ്മളുടെ കണ്ടന്റ് പലപ്പോഴും ഇൻവിസിബിൾ ആയി പോകുന്നത്, ആളുകളിലേക്ക് എത്താതെ പോകുന്നത്, അത് നന്നായി പാക്ക് ചെയ്യാനാണ്, അത് നന്നായി പ്രസന്റ് ചെയ്യാനാണ്. ക്രാഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള റീഡിങ്. ഇപ്പോൾ നമ്മളൊരു ലോങ് ഫോം പീസ് ഒക്കെ വായിക്കുന്ന സമയത്ത് അതിൻ്റെ ക്രാഫ്റ്റ് ഷാഡോ റീഡേഴ്സ് അല്ലാത്തവരൊക്കെ ശ്രദ്ധിക്കും. അതിൻ്റെ ക്രാഫ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ ആർഗ്യുമെന്റ് ബിൽഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ ഉണ്ട്. ഒരു കാര്യത്തിൻ്റെ ബിൽഡപ്പ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, എന്താണ് അവർ പറയാതെ വരുന്നത് എന്നൊക്കെയുള്ള കാര്യം. ആ ഭാഷൻ്റെ റിത്തം, പേസ്, മൂഡ്, ടോൺ, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇനി ഞാൻ ഓടിച്ച് പറയണം സമയമില്ലാത്തതുകൊണ്ട് ഓപ്പണിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ ലീഡ് റൈറ്റിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ ഇൻട്രോ റൈറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയും. എങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ടിപ്പിക്കലി ന്യൂസ് റൈറ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സമ്മറി ലീഡാണ്. സമ്മറി ലീഡ് എന്ന് പറഞ്ഞാൽ 5 W's and 1 Hന് ആൻസർ ചെയ്യുന്ന ടിപ്പിക്കൽ ലീഡ്. സാധാരണ ന്യൂസ് റൈറ്റിംഗിലെ ലീഡാണ്. വാട്ട് ഹാപ്പൻഡ്, വേർ ഡിഡ് ഇറ്റ് ഹാപ്പൻ, വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ, ഹു ഈസ് ഇൻവോൾവ്ഡ്, വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ, ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ പിന്നെ അതിപ്പോൾ ഈ സംഭവത്തിനെ കുറിച്ചാണെങ്കിൽ ഇത് ആര് സംഘടിപ്പിച്ചു, ആര് പങ്കെടുത്തു, ആര് ഫെസിലിറ്റേറ്റ് ചെയ്തു, എവിടെ നടന്നു, എന്തിന് നടന്നു, എങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാർത്തയായി. അപ്പോൾ അതിൽ ഇത് ഏത് കാര്യത്തിനെ കുറിച്ച്, ഒരു ആക്സിഡന്റിനെ കുറിച്ചോ ഒരാളുടെ ആത്മഹത്യയെ കുറിച്ചോ എന്തിനെ കുറിച്ചോ നമുക്ക് ഈ 6 ചോദ്യങ്ങൾ ചോദിക്കും. ഇതൊന്ന് റുഡിയാർഡ് കിപ്ലിംഗ് ആണ് പറഞ്ഞത്. വാട്ട് എവർ ഐ നോ ഇസ് ടോട്ട് ബൈ മൈ 6 great teachers. They are what, where, when, who, why and how. അപ്പോൾ ഈ 6 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജേർണലിസ്റ്റിക് ആയ കാര്യത്തിൽ മാത്രമല്ല, എന്തിനെ കുറിച്ച് ആണെങ്കിലും ഈ 6 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശം സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും പക്ഷേ ഈ വൈയും ഹൗവും നമുക്ക് ആൻസർ ചെയ്യാൻ പലപ്പോഴും പറ്റില്ല. അപ്പോൾ ഒരു മർഡറിൽ ചിലപ്പോൾ പറ്റണമെന്നില്ല, പിന്നെ ഒരു സൂയിസൈഡിൽ തീരെ പറ്റണമെന്നില്ല. അപ്പോൾ പക്ഷേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ക്വസ്റ്റ്യനും ആൻസറും ഇല്ല എന്ന് അർത്ഥമല്ലേ. ആ ക്വസ്റ്റ്യൻ ആൻസർ റിമൈൻ. അപ്പോൾ പക്ഷെ അത് ഉണ്ട്. അപ്പൊ സമ്മറി ലീഡാണ്. സമ്മറി അതിന് ആകത്തുക പറഞ്ഞിട്ട് ഒരു കാര്യത്തിന്റെ ആകത്തുക പറഞ്ഞുകൊണ്ട് തുടങ്ങാനുള്ള ടിപ്പിക്കലി ദിസ് ഹാപ്പൻസ് ഇൻ ന്യൂസ് റൈറ്റിംഗ്. പക്ഷെ ഇത് നമുക്ക് വേറെ ഏത് തരം നരേറ്റീവിലും പോസിബിൾ ആണ്. ഡോക്യുമെന്ററി തൊട്ട് ഫീച്ചർ ഫിലിം തൊട്ട് ഫീച്ചർ തൊട്ട് എന്ത് തരം നരേറ്റീവിലും ഇത് പോസിബിൾ ആണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുക ഇന്റർവ്യൂവിനൊക്കെ ലീഡ് എഴുതുന്ന സമയത്ത്. അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ തയ്യാറാക്കി ആ ഇന്റർവ്യൂ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നതിനും ആ ഇന്റർവ്യൂവിന്റെ ജിസ്റ്റ് എന്താണ്, അതിന്റെ രത്ന ചുരുക്കം നമുക്ക് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആളുകളെ കൊണ്ട് അത് വായിപ്പിക്കാൻ പറ്റും. പല നല്ല ഇന്റർവ്യൂസും ആളുകൾ വായിക്കാത്തത് അത് റോങ്ലി ഫോർമാറ്റ് ചെയ്തതാണ്. നല്ല എഡിറ്റേഴ്സ് ചെയ്യാറുണ്ട്, അതിന്റെ ഡിസ്പ്ലേ മോശമാണ് പലപ്പോഴും. ഇനി വരുന്ന ഒന്ന് ആക്ഷൻ ലീഡാണ്. ആക്ഷൻ ലീഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡ്രമാറ്റിക് ആയ ഒരു ആക്ഷന്റെ നടുവെന്ന് സ്റ്റോറി ഓപ്പൺ ചെയ്യും. ഭയങ്കര ഡ്രമാറ്റിക് ആയ, ഭയങ്കര നാടകീയമായ ഒരു സംഭവത്തിന്റെ, വളരെ ചടുലമായ ഒരു സംഭവത്തിന്റെ മധ്യത്തിൽ നിന്ന് നമ്മൾ സ്റ്റോറി ഓപ്പൺ ചെയ്യുകയും
ആളുകൾക്ക് അതെന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പാരഗ്രാഫ് മുഴുവൻ വായിക്കുകയോ അല്ലെങ്കിൽ അടുത്ത പാരഗ്രാഫ് പോവുകയോ ചെയ്യാതെ അത് മനസ്സിലാവുകയില്ല എന്നുള്ള മട്ടിൽ നമ്മൾ അത്രയും ഡ്രമാറ്റിക് ആയ സ്പേസ് നൽകുന്നത്. ഒരു പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, ഉത്തർപ്രദേശിൽ നിന്നും ബസ് കയറി തൻ്റെ മകനെ അന്വേഷിച്ചു വന്ന ആ പാവപ്പെട്ട ഉമ്മയെ ഡൽഹി പോലീസ് വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ നിന്നും ഉന്തി പോലീസ് വാനിലേക്ക് വിട്ടു. നെറ്റി പൊട്ടി ചോര ഒലിച്ചുകൊണ്ട് അവർ പോലീസിനോട് ചോദിച്ചു, എൻ്റെ മകനെ എനിക്ക് തരും എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളത് ഓപ്പൺ ചെയ്യണം. ബേസിക്കലി ദിസ് ഇസ് അബൌട്ട് നജീബ് ഇഷ്യൂ, മിസ്സിംഗ് ആയിട്ടുള്ള. അപ്പോൾ പിന്നെ നമ്മളിത് അതിന്റെ പശ്ചാത്തലം, അതിന്റെ കഥയും ചരിത്രം ഒന്നും പറയാതെ നേർക്ക് നേരെ ഒരു ഡ്രമാറ്റിക് ആയ ആക്ഷന്റെ നടുവിലേക്ക് എന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ ശ്രദ്ധയെ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ട് ആളുകളുടെ ശ്രദ്ധയെ അങ്ങോട്ട് കൊണ്ടുവരുന്ന രീതിയിലായിരിക്കണം അതിന്റെ പ്രസന്റേഷൻ എന്നാണ്. ബേസിക്കലി നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഡോക്യുമെന്ററിയിൽ ചെയ്യുന്നതാണ്, ഇത് നമ്മുടെ സിനിമയിൽ ചെയ്യുന്നതാണ്, എല്ലാ നറേറ്റീവിനും ബാധകമാണ്. ഇത് നമ്മൾ നോവലിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ സി വി ബാലകൃഷ്ണന്റെ പിന്നെ ജീവിതത്തിന്റെ പുസ്തകം, ആയുസിന്റെ പുസ്തകം തുടങ്ങുന്നത് അതല്ലേ, കാസർഗോഡ് കുടിയേറ്റ ക്രിസ്ത്യാനികളുടെ കഥ പറയുന്ന അത് തുടങ്ങുന്നത് റാഹേൽ എന്ന് പറയുന്ന പെൺകുട്ടി ഈ റബ്ബർ തോട്ടങ്ങളുടെ ഇടയിലൂടെ കെതച്ച് 12 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആരാലോ പിന്തുടരപ്പെട്ടിട്ടെന്ന പോലെ ഓടി വരുന്നതിന്റെ വളരെ എന്താ പറയാ നമ്മളെ പേടിപ്പെടുത്തുന്ന, ഇവിടെ എവിടെയെങ്കിലും തടഞ്ഞു വീണാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആകാംക്ഷയും ബേജാറും ഉണ്ടാവുന്ന വിധത്തിലുള്ള ഒരു നരേഷനോട് കൂടി. ഇവിടെ ഇവർക്ക് എന്താണ് പറ്റിയത്, ഇവര് എന്തിനാണ് ഓടുന്നത്, ഇങ്ങോട്ടാണ് ഓടുന്നത്, എന്താണ് അവരുടെ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ 3 പാരഗ്രാഫ് വായിക്കും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഉദ്വേഗം ഉണ്ടാക്കുക, ആ ഒരു അസന്നിഗ്ധത സൃഷ്ടിക്കുക എന്നുള്ളൊരു ഇതാണ് ആക്ഷൻ ലീഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്.